തീർത്ഥാടന നഗരിയായ ഗുരുവായൂരിൽ തെരുവ് വിളക്കുകളുടെ പരിപാലനത്തിൽ ഗുരുതരമായ കെടുകാര്യസ്ഥതയെന്ന് പരാതി. നഗരത്തിലെ പ്രധാന റോഡുകളിൽ പകൽ സമയത്തും തെരുവ് വിളക്കുകൾ പ്രകാശിക്കുമ്പോൾ രാത്രികാലങ്ങളിൽ പലയിടങ്ങളും ഇരുട്ടിലാകുന്ന അവസ്ഥ. നഗരസഭയുടെ പ്രകാശനഗരം പദ്ധതിയുടെ ഭാഗമായി അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലക്ഷങ്ങൾ ചിലവഴിച്ച് സ്ഥാപിച്ച അത്യാധുനിക തെരുവ് വിളക്കുകളാണ് കഴിഞ്ഞ ഒരാഴ്ചയായി പകൽ സമയത്തും അണയാതെ കിടക്കുന്നത്. ഔട്ടർ റിംഗ് റോഡിൽ പടിഞ്ഞാറേ നട മുതൽ കോയ ബസാർ വരെയുള്ള ഭാഗത്ത് മാത്രം 22 ലൈറ്റുകളാണ് ഇത്തരത്തിൽ പകൽ സമയത്തും കത്തുന്നത്. ഇതിനു പുറമെ കിഴക്കേ നടയിലെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗിന് സമീപത്തുള്ള ലിങ്ക് റോഡിലും 10ഓളം വിളക്കുകൾ പകൽ സമയത്ത് പ്രകാശിക്കുന്നുണ്ട്. ടൈമർ സംവിധാനത്തിലെ തകരാറോ അല്ലെങ്കിൽ കൃത്യമായ മേൽനോട്ടമില്ലായ്മയോ ആണ് ഈ വൻ ഊർജ്ജ ദുരുപയോഗത്തിന് പിന്നിലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഒരു വശത്ത് പകൽ സമയത്ത് വൈദ്യുതി വൻതോതിൽ ദുരുപയോഗം ചെയ്യപ്പെടുമ്പോൾ മറുവശത്ത് രാത്രികാലങ്ങളിൽ നഗരത്തിലെ പല പ്രധാന ഭാഗങ്ങളും ഇരുട്ടിലാണ്. റെയിൽവേ മേൽപ്പാലം അടക്കമുള്ള ജനത്തിരക്കേറിയ പല പ്രദേശങ്ങളിലും രാത്രിയായാൽ തെരുവിളക്കുകൾ കത്താറില്ല. പകൽ സമയത്ത് അനാവശ്യമായി ലൈറ്റുകൾ കത്തിച്ച് വൈദ്യുതി പാഴാക്കുന്ന അധികൃതർ രാത്രിയിൽ കാൽനടയാത്രക്കാരും വാഹനങ്ങളും ഏറെ ആശ്രയിക്കുന്ന മേൽപ്പാലം പോലുള്ള ഭാഗങ്ങൾ ഇരുട്ടിലിടുകയാണ്. ഇത് വലിയ അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ലക്ഷങ്ങൾ മുടക്കി നടപ്പിലാക്കിയ പദ്ധതിയുടെ അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്തുന്നതിൽ നഗരസഭയും KSEBയും ഗുരുതരമായ വീഴ്ചയാണ് വരുത്തുന്നത് എന്നാണ് ഉയരുന്ന ആക്ഷേപം. അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ട് ടൈമർ സംവിധാനങ്ങൾ പുനഃക്രമീകരിക്കണമെന്നും രാത്രികാലങ്ങളിൽ തെരുവിളക്കുകൾ കത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം.